ഹരി ഓം നമസ്തേ. ഇന്ന് ശ്രീമന്നാരായണീയം 34-ാം ദശകത്തിലെ 6 മുതൽ 10 വരെയുള്ള ശ്ലോകങ്ങൾ വായിക്കാം. 6-ാമത്തെ ശ്ലോകം. ശ്രുത്വാ പുത്രാർത്തിഖിന്നം ഖലു ഭരതമുഖാത് സ്വർഗയാതം സ്വതാതം തപ്തോ ദത്വാംബു തസ്മൈ നിദധിത ഭരതേ പാദുകാം നേതിനീഞ്ച അത്രിം നത്വാഥ ഗത്വാ വനമതിവിപുലം ദണ്ഡകം ചണ്ഡകായം ഹത്വാ ദൈത്യം വിരാധം സുഗതിമകലയശ്ചാരുഭോ ശാരഭംഗീം. അർത്ഥം: ത്വം ഭരതമുഖാത് സ്വതാതം പുത്രാർത്തിഖിന്നം ഖലു സ്വർഗയാതം ശ്രുത്വാ തപ്തഃ. അവിടുന്ന് ഭരതൻ പറഞ്ഞത് കേട്ട് അച്ഛൻ പുത്രവിരഹം മൂലം ദുഃഖിച്ചു തന്നെ സ്വർഗാരോഹണം ചെയ്തു എന്നറിഞ്ഞ് ദുഃഖിതനായി. തസ്മൈ അംബുദത്വാ, അദ്ദേഹത്തിന് നിവാപാഞ്ജലി നൽകി. ഭരതേ പാദുകാം മേദിനീം ച നിദധിത, ഭരതന് മെതിയടിയും ഭൂമിയും ഒപ്പം നൽകി. അഥ അത്രിം നത്വ, പിന്നീട് അത്രി മഹർഷിയെ ചെന്ന് വന്ദിച്ചു. അതിവിപുലം ദണ്ഡകം വനം ഗത്വ, അവിടെ നിന്ന് വിസ്താരമേറിയ ദണ്ഡകവനത്തിലേക്ക് പോയിട്ട് ചണ്ഡകായം വിരാധം ദൈത്യം ഹത്വ, വഴിക്ക് ഭയങ്കരനായ വിരാധൻ എന്ന അസുരനെ നിഗ്രഹിച്ചിട്ട് ഭോ ശാരഭംഗീം സുഗതിം ചാരു അകലയഃ, അലയോ ഭഗവാനെ, പിന്നീട് ശരഭംഗ മഹർഷിയുടെ സദ്ഗതി നന്നായിട്ട് കണ്ടു. 7-ാമത്തെ ശ്ലോകം. നത്വാഗസ്ത്യം സമസ്താശരനികരസപത്രാകൃതിം താപസേഭ്യഃ പ്രത്യശ്രൗഷീ പ്രിയൈഷീ തതനു ച മുനിനാ വൈഷ്ണവേ ദിവ്യചാപേ ബ്രഹ്മാസ്ത്രേ ചാപി ദത്തേ പഥി പിതൃസുഹൃതം വീക്ഷ്യ ഭൂയോ ജടായും മോദാദ്ഗോദാതടാന്തേ പരിരമസി പുരാ പഞ്ചവട്യാം വധൂട്യാ. അർത്ഥം: ത്വം അഗസ്ത്യം നത്വ, അവിടുന്ന് അഗസ്ത്യ മഹർഷിയെ ചെന്ന് കൈവണങ്ങിയിട്ട് താപസേഭ്യഃ പ്രിയൈഷീ സമസ്താശര നികരസപത്രാകൃതിം പ്രത്യസ്രൗഷി, തപസ്വികൾക്കു പ്രിയം ചെയ്യുവാൻ കരുതി രാക്ഷസക്കൂട്ടത്തെയെല്ലാം നിഗ്രഹിക്കാമെന്ന് പ്രതിജ്ഞ ചെയ്തു. തദനു മുനിന വൈഷ്ണവേ ദിവ്യചാപേ ബ്രഹ്മാസ്ത്രേ ച അഭിദത്തേ, തുടർന്ന് മഹർഷി നൽകിയ വൈഷ്ണവധനുസ്സും ബ്രഹ്മാസ്ത്ര മന്ത്രോപദേശവും സ്വീകരിച്ചു. പഥി ഭൂയഃ പിതൃസുഹൃതം ജടായും വീക്ഷ്യ, വഴിയിൽ അച്ഛൻ്റെ ഉറ്റ സുഹൃത്തായ ജടായുവിനെ കണ്ടിട്ട് മോദാത് ഗോദാതടാന്തേ പഞ്ചവട്യാം വധൂട്യ പുരാ പരിരമസി, സന്തോഷിച്ചുകൊണ്ട് ഗോദാവരി തീരത്ത് പഞ്ചവടിയിൽ സീതയോടുകൂടി രസിച്ചു വാണു. 8-ാമത്തെ ശ്ലോകം. പ്രാപ്തായാ ശൂർപ്പനഖ്യ മദനചലതൃധേ അർത്ഥനൈർനിസ്സഹാത്മാ താം സൗമിത്രൗ വിസൃജ്യ പ്രബലതമരുഷാ തേന നിർലൂനനാസാം ദൃഷ്ട്വൈനാം ദുഷ്ടചിത്തം ഖരമഭിപതിതം ദൂഷണഞ്ച ത്രിമൂർധം വ്യാഹിംസീരാശരാനപ്യയുതസമധികാം തത്ക്ഷണാദക്ഷതോഷ്മാ. അർത്ഥം: അക്ഷതോഷ്മാത്വം, തളരാത്ത പൗരുഷം തികഞ്ഞ അങ്ങ് മദനജലധൃതേഹേ പ്രാപ്തായാഹ ശൂർപ്പണഖ്യാഹ അർത്ഥനൈഃ നിസ്സഹാത്മാ, കാമാകുലയായി വന്നു ചേർന്ന ശൂർപ്പണഖയുടെ അപേക്ഷകൾ കേട്ട് സഹിക്കാനാവാതെ താം
സൗമിത്രൗ വിസൃജ്യ അവളെ ലക്ഷ്മണന്റെ അടുത്തേക്ക് പറഞ്ഞയച്ചു. പ്രബലതമരുഷാത്തേന നിർലൂനനാസാം ലക്ഷ്മണൻ കോപം മൂത്ത അവളുടെ മൂക്ക് മുറിച്ചു കളഞ്ഞു. ഏനാം ദൃഷ്ട്വാ രുഷ്ടചിത്തം അഭിപതിതം ഖരം ദൂഷണം ത്രിമൂർധം ച വികൃതയായ അവളെ കണ്ട് കോപിച്ച് എതിർത്തു വന്ന ഖരദൂഷണ ത്രിശിരസുകളെയും അയുധസമാധികാൻ ആശരാൻ അപി തക്ഷണാത് വ്യാഹിംസി 10,000-ലധികം രാക്ഷസന്മാരെയും അക്ഷണത്തിൽ തന്നെ കൊന്നുകളയുകയും ചെയ്തു. 9-ാമത്തെ ശ്ലോകം. സോദര്യാ പ്രോക്തവാർത്താ വിവശദശമുഖാദിഷ്ട മാരീചമായാസാരംഗം സാരസാക്ഷ്യാ സ്പൃഹിതമനുഗത പ്രാവധീർബാണഘാതം തന്മായാക്രന്ദനിര്യാപിതഭവദനുജാം രാവണസ്താമഹാർഷീത് തേനാർത്തോപി ത്വമന്തഃ കിമപി മുദമധാ തദ്വധോപായലാഭാത്. അർത്ഥം: സോദര്യ പ്രോക്തവാർത്താ വിവശദശമുഖാദിഷ്ടമാരീചമായാസാരംഗം സാരസാക്ഷ്യ സ്പൃഹിതം അനുഗതഃ ത്വം ബാണഘാതം പ്രാവധി. സോദര്യ സഹോദരിയായ ശൂർപ്പണഖ പറഞ്ഞ വൃത്താന്തം കേട്ട് കാമപരവശനായ രാവണൻ മാരീചനെ ചെന്ന് പ്രേരിപ്പിച്ചു. അവൻ മായാമൃഗമായി രാമാശ്രമ സമീപത്തിൽ സഞ്ചരിക്കുന്നതു കണ്ട് സീത ആഗ്രഹം പ്രകടിപ്പിച്ചു. നിന്തിരുവടി അതിനെ പിന്തുടർന്ന് ബാണമെയ്തു കൊന്നു. തന്മായാക്രന്ദനിര്യാപിതഭവദനുജാം താം രാവണഃ അഹാർഷീത്. അവൻ്റെ കള്ളക്കരച്ചിൽ കേട്ട് ലക്ഷ്മണനെ തള്ളിപ്പറഞ്ഞയച്ച സീതയെ രാവണൻ കട്ടുകൊണ്ടുപോയി. തേന ആർത്തഃ അപി തദ്വധോപായലാഭാത് ത്വം അന്തഃ കിമപി മുദം അധാ. അതറിഞ്ഞ് അവിടുന്ന് ദുഃഖിതനായെങ്കിലും രാവണവധത്തിന് ഉപായം കൈവന്നതിൽ ഉള്ളുകൊണ്ട് സന്തോഷിച്ചു. 10-ാമത്തെ ശ്ലോകം. ഭൂയസ്തന്വീം വിജിന്വന്നഹൃതദശമുഖസ്ത്വദ്വധൂം മദ്വധേനേത്യുക്ത്വാ യാതേ ജടായൗ ദിവമഥ സുഹൃത പ്രാതനോ പ്രേതകാര്യം ഗൃഹ്ണാനന്തം കബന്ധം ജഘനിഥ ശബരീം പ്രേക്ഷ്യ പമ്പാതടേ ത്വം സംപ്രാപ്തോ വാതസൂനും ഭൃശമുദിതമനാ പാഹി വാതാലയേശ. അർത്ഥം: ഭൂയഃ തന്വീം വിജിന്വൻ ദശമുഖഃ മദ്വധേന ത്വദ്വധൂം അഹൃത ഇതി ഉക്ത്വാ ജടായൗ ദിവം യാതേ. തുടർന്ന് സീതയെ അന്വേഷിച്ചു പോകുമ്പോൾ രാവണൻ എന്നെ കൊന്നിട്ട് അങ്ങയുടെ ഭാര്യയെ കട്ടുകൊണ്ടുപോയി എന്ന് പറഞ്ഞുകൊണ്ട് ജടായു പ്രാണൻ വെടിഞ്ഞപ്പോൾ അഥ ത്വം സുഹൃതഃ പ്രേതകാര്യം പ്രാതനോഹോ. അവിടുന്ന് ആ സുഹൃത്തിന് പ്രേതസംസ്കാരാദികൾ ചെയ്തു. അഥ ഗൃഹ്ണാനം തം കബന്ധം ജഘനിഥ. പിന്നീട് പിടിച്ചു തിന്നാൻ വന്ന കബന്ധനെ കൊന്നു. ശബരീം പ്രേക്ഷ്യ ഭക്തയായ ശബരിയെ ചെന്നു കണ്ടു. പമ്പാതടേ വാതസൂനും സംപ്രാപ്തഃ ഭൃശമുദിതമനാഃ. പമ്പയുടെ തീരത്തിൽ വായുപുത്രനായ ഹനുമാനെ സഹായത്തിന് കിട്ടിയിട്ട് ഏറ്റവും സന്തോഷിച്ചു. ഹേ വാതാലയേശ ത്വം മാം പാഹി. അങ്ങനെയുള്ള അലയോ ഗുരുവായൂരപ്പ, നിന്തിരുവടി എന്നെ രക്ഷിക്കണമേ. 6 മുതൽ 10 വരെയുള്ള ശ്ലോകങ്ങളിൽ എന്താണ് പറയുന്നത് എന്ന് നോക്കാം. ഭഗവാൻ ഭരതൻ പറഞ്ഞത് കേട്ട് അച്ഛൻ പുത്രവിരഹം മൂലം ദുഃഖിച്ചു തന്നെ സ്വർഗാരോഹണം ചെയ്തു എന്നറിഞ്ഞ
ദുഃഖിതനായി. അദ്ദേഹത്തിന് ഉദകക്രിയകൾ ചെയ്തു. മെതിയടിയും ഭൂമിയും ഭരതനും നൽകി. പിന്നീട് അത്രി മഹർഷിയെ ചെന്ന് വന്ദിച്ചു. അവിടെ നിന്ന് വിസ്താരമേറിയ ദണ്ഡകവനത്തിലേക്ക് പോയി. വഴിക്ക് ഭയങ്കരനായ വിരാധൻ എന്ന അസുരനെ കൊന്നിട്ട്, അല്ലയോ ഭഗവാനെ, അങ്ങ് പിന്നീട് ശരഭംഗ മഹർഷിയുടെ സദ്ഗതി നന്നായിട്ട് കണ്ടു. അവിടുന്ന് പിന്നെ അഗസ്ത്യ മഹർഷിയെ ചെന്ന് കൈവണങ്ങിയിട്ട് തപസ്വികൾക്ക് പ്രിയം ചെയ്യുവാനെന്ന് കരുതി രാക്ഷസക്കൂട്ടത്തെയെല്ലാം നിഗ്രഹിക്കാമെന്ന് പ്രതിജ്ഞ ചെയ്തു. തുടർന്ന് മഹർഷി നൽകിയ വൈഷ്ണവധനുസ്സും ബ്രഹ്മാസ്ത്ര മന്ത്രോപദേശവും സ്വീകരിച്ചു. വഴിയിൽ അച്ഛൻ്റെ ഉറ്റ സുഹൃത്തായ ജടായുവിനെ കണ്ടു. സന്തോഷിച്ചും കൊണ്ട് ഗോദാവരി തീരത്ത് പഞ്ചവടിയിൽ സീതയോടുകൂടെ രസിച്ചു വാണു. നശിക്കാത്ത പൗരുഷം തികഞ്ഞ അങ്ങ്, അല്ലെങ്കിൽ തളരാത്ത പൗരുഷം തികഞ്ഞ ഭഗവാൻ കാമാകുലയായി വന്നു ചേർന്ന ശൂർപ്പണഖയുടെ അപേക്ഷകൾ കേട്ട് സഹിക്കാനാവാതെ അവളെ ലക്ഷ്മണൻ്റെ അടുത്തേക്ക് പറഞ്ഞയച്ചു. ലക്ഷ്മണനാകട്ടെ കോപം മൂത്ത് അവളുടെ മൂക്ക് മുറിച്ചു കളഞ്ഞു. വികൃതിയായ അവളെ കണ്ട് കോപിച്ച് എതിർത്ത് വന്ന ഖരദൂഷണ ത്രിശിരസ്സുകളെയും 10,000-ലധികം രാക്ഷസന്മാരെയും അക്ഷണത്തിൽ തന്നെ കൊന്നുകളയുകയും ചെയ്തു. അനുജത്തി ശൂർപ്പണഖ പറഞ്ഞ വൃത്താന്തം കേട്ട് കാമപരവശനായ രാവണൻ മാരീചനെ ചെന്ന് പ്രേരിപ്പിച്ചു. അവൻ മായാമൃഗമായി രാമാശ്രമ സമീപത്തിൽ സഞ്ചരിക്കുന്നത് കണ്ട് സീത ആഗ്രഹം പ്രകടിപ്പിച്ചു. അവിടുന്ന് അതിനെ പിന്തുടർന്ന് ബാണമെയ്തു കൊന്നു. അവൻ്റെ കള്ളക്കരച്ചിൽ കേട്ട് ലക്ഷ്മണനെ തള്ളിപ്പറഞ്ഞയച്ച സീതയെ രാവണൻ കട്ടുകൊണ്ടുപോയി. അതറിഞ്ഞ് അവിടുന്ന് ദുഃഖിതനായെങ്കിലും രാവണവധത്തിന് ഉപായം കൈവന്നതിൽ ഉള്ളുകൊണ്ട് സന്തോഷിച്ചു. തുടർന്ന് സീതയെ അന്വേഷിച്ചു പോകുമ്പോൾ രാവണൻ എന്നെ കൊന്നിട്ട് അങ്ങയുടെ ഭാര്യയെ കട്ടുകൊണ്ടുപോയി എന്ന് പറഞ്ഞുകൊണ്ട് ജടായു പ്രാണൻ വെടിഞ്ഞപ്പോൾ അവിടുന്ന് ആ സുഹൃത്തിന് പ്രേത സംസ്കാരാദികൾ ചെയ്തു. പിന്നീട് പിടിച്ചു തിന്നാൻ വന്ന കബന്ധനെ കൊന്നു. ഭക്തയായ ശബരിയെ ചെന്ന് കണ്ടു. പമ്പയുടെ തീരത്തിൽ വായുപുത്രനായ ഹനുമാനെ സഹായത്തിന് കിട്ടിയിട്ട് ഏറ്റവും സന്തോഷിച്ചു. അങ്ങനെയുള്ള അല്ലയോ ഗുരുവായൂരപ്പ, നിന്തിരുവടി എന്നെ രക്ഷിക്കണമേ.